ദൈവത്തിനനുസരിച്ച്
പൂർണ്ണമായ നിത്യവിധി ലഭിക്കുന്നതിനും ഞങ്ങൾ യോഗ്യരാകുന്നു. നമ്മുടെ വ്യക്തിപരമായ നിയമങ്ങൾ വിശുദ്ധ സഹോദരരുടെ കഥാവസരത്തിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കും. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായേ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗ്ഗസ്ഥപിതാവായ ദൈവമേ, ലോകരക്ഷിതാവായ ദൈവപുത്ര, പരിശുദ്ധാത്മാവായ ദൈവമേ, ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, പരിശുദ്ധ മറിയമേ, വിശുദ്ധ ഗീവർഗീയ സഹദായേ, മിശിഹായ്ക്ക് വേണ്ടി പീഡനം സഹിച്ച സഹദായേ, പരിശുദ്ധാത്മശക്തിയാൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സഹദായേ, സഭയുടെ സംരക്ഷകനായ സഹദായേ, സഭയുടെ അലങ്കാരമായ സഹദായേ, രോഗിയുടെ ആശ്വാസമായ സഹദായേ, ദുഃഖിതരുടെ ആശ്രയമായ സഹദായേ, പാപികളുടെ സങ്കേതമായ സഹദായേ, ഭവനങ്ങളുടെ സംരക്ഷകനായ സഹദായേ, ബലഹീനതയുടെ കന്നയോട് താങ്ങുന്ന സഹദായേ, കടഭാരപ്പെടുത്തുന്ന സഹദായേ, സാത്താനായ സത്യത്തെ നശിപ്പിച്ച സഹദായേ, ഈടർക്ക് ആശ്വാസമായ സഹദായേ, സത്യത്തിന് വേണ്ടി പോരാടിയ സഹദായേ, സ്മരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന സഹദായേ, രഹസ്യവും പരസ്യമായ വിവരങ്ങൾക്ക് സൗഖ്യവും തരാൻ പ്രാപ്തിയുള്ളവനായ സഹദായേ, ഭൂലോകപാപം നീക്കുന്നത് കുഞ്ഞാടായ സ്വതന്ത്രാനേ, ഭൂലോകപാപം നീക്കുന്നത് കുഞ്ഞാടായ സ്വതന്ത്രാനേ, ഭൂലോകപാപം നീക്കുന്നത് കുഞ്ഞാടായ സ്വതന്ത്രാനേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തൻ മഹോന്നതമായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിനും സകല പീഡനങ്ങളും സഹിച്ച് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി മാനസമായി അർപ്പിക്കുന്ന വിശുദ്ധ ഗീവർഗീസിന്റെ പ്രാർത്ഥനകൾക്ക് കോട്ടയായിരിക്കണമേ. കർത്താവേ, മനസ്സുകൂടാതെ ഞങ്ങൾ ചെയ്തു പോകുന്ന ചെറുതും വലുതുമായ പാപങ്ങൾ ക്ഷമിക്കണമേ. വിശുദ്ധ സഭയെ പരിശുദ്ധരാവിലെയും മേൽപ്പെട്ടകാരെയും സന്യാസികളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും വാഴ്ത്തി ശുദ്ധീകരിക്കണമേ. സത്യവിശ്വാസത്തിൽ നിലനിർത്തണമേ. ഞങ്ങളെ വലതുഭാഗത്താളുകൊണ്ട് ചേർക്കണമേ. സാത്താനിന്റെ പരീക്ഷയിൽ നിന്നും കാത്തുരക്ഷിച്ചുകൊണ്ടണമേ. കഷ്ടപ്പാടിൽ നിങ്ങളുടെ ഭാരം നൽകി അനുഗ്രഹിക്കണമേ. സകലനാമം സമർപ്പിക്കുന്ന പിതാവേ, കനിവോടെ കേട്ട് ഉത്തരവരണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, Amen.
പരിശുദ്ധാത്മാവിന്റെ സംസർഗവും ആവാസവും വിശുദ്ധാത്മാവിന്റെ സഹതായുടെ സ്വർഗീയ മാധ്യസ്ഥവും ഈ തിരുനാൾ സംബന്ധിക്കുന്ന നമ്മുടെ മേലും കുടുംബങ്ങളുടെ മേലും നമ്മുടെ കൂട്ടായ്മയുടെ മേലും ഈ ദേശത്തിന്റെ മേലും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പിതാവിനും പരിശുദ്ധമായ സത്യദൈവത്തിന്റെ തിരുനാമത്തിൽ തന്റെ ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വീരബലവശാല ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമുള്ളപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കർത്താവ് ദൈവമേ, നിന്റെ മാതാവേ, സർവ്വശക്തന്മാരെ ദൈവമായി ഞങ്ങൾ ഓർക്കുന്നു. അവിടെ പ്രാർത്ഥനാ സഹായങ്ങളായി ഞങ്ങളെ കാത്തുകൊള്ളണമേ. അവിടെ പുണ്യജീവിതത്തെ അനുകരിക്കുവാനും അതുപോലെ നിന്റെ പ്രവർത്തിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിന്റെ ശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും.
പ്രാർത്ഥന കേട്ടിടുന്നവനേ, യാചന നൽകിയിടുന്നവനേ,
തമ്പുരാനെ ഞങ്ങളുടെ നിവാസ ഭവനങ്ങളാക്കി തീർക്കണമേ. ദൈവമേ, നിനക്ക് സ്വീകാര്യമായ സ്തുതിയും സ്തോത്രവും നന്ദിപൂർവ്വം അർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവായ ദൈവമേ, നീ ഞങ്ങളുടെ സ്രഷ്ടാവും സംരക്ഷകനുമായ നിനക്ക് സ്തോത്രം. പുത്രനായ ദൈവമേ, നീ ഞങ്ങളുടെ രക്ഷകനും പരിത്രതാവുമായ നിനക്ക് സ്തോത്രം. പരിശുദ്ധാത്മാവായ ദൈവമേ, നീ ഞങ്ങളെ ശുദ്ധീകരിക്കുന്നവനും പരിപാലിക്കുന്നവനുമായ നിനക്ക് സ്തോത്രം. പരിശുദ്ധ തൃത്വമേ, വിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് നീ സ്വയം വെളിപ്പെടുത്തുന്നതിനാലും അതിന്റെ മക്കളായി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനാലും നിനക്ക് സ്തോത്രം. ഈ ജീവിതത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിനാൽ സ്തോത്രം. നിന്റെ വിശുദ്ധരുടെ ഉത്തമ മാതൃകകൾക്കും ദിവ്യോപദേശങ്ങൾക്കും വേണ്ടി സ്തോത്രം. നിന്നെ അറിയുകയും സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുവാൻ തക്കതായ കൃപ ഞങ്ങൾക്ക് തന്നിട്ടുള്ളതിനാൽ സ്തോത്രം. ഇന്നേ ദിവസം തെക്കയിൽ നിന്ന് ഞങ്ങൾ പ്രാപിച്ച എല്ലാ സഹായങ്ങൾക്കും വേണ്ടി സ്തോത്രം. ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദര സഹോദരികൾ, ചാർച്ചക്കാർ, ഗുരുക്കന്മാർ, സ്നേഹിതർ, ഞങ്ങൾക്ക് നന്മ ചെയ്തിട്ടുള്ളവർ എന്നിവരെല്ലാം അനുഗ്രഹിക്കണമേ. ഈ ദേശത്തെയും ഭരണാധികാരികളെയും സർവ്വജനങ്ങളെയും അനുഗ്രഹിക്കണമേ. സകലജനങ്ങളെയും സത്യത്തിലേക്കും രക്ഷയിലേക്കും ആകർഷിക്കണമേ. ഞങ്ങളുടെ കത്തോലിക്ക സഹോദരങ്ങളെ അനുസരണത്തിലേക്കും തിരുസഭയുടെ ഐക്യത്തിലേക്കും തിരിച്ചു വരുത്തണമേ. ലോകമാകെയുള്ള തിരുസഭയെ അനുഗ്രഹിക്കണമേ. തിരുസഭയുടെ തലവനായ പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മേൽപ്പട്ടക്കാരനുമായ സത്യവിശ്വാസികളായ എല്ലാ എപ്പിസ്കോപ്പമാരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പുണ്യാത്മകളെയും ഇടവകളെയും മിഷനുകളെയും വൈദികരെയും വൈദിക വിദ്യാർത്ഥികളെയും സന്യാസിനികളെയും അനുഗ്രഹിക്കണമേ. എല്ലാ രോഗികളെയും ക്ലേശിതരെയും പരദേശവാസികളെയും അനാഥരെയും ഭവനരഹിതരെയും തൊഴിൽരഹിതരെയും പ്രത്യേകമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വിദ്യാലയങ്ങളെയും ആതുരാലയങ്ങളെയും എല്ലാ സ്ഥാപനങ്ങളെയും അവയിൽ പ്രവർത്തിക്കുന്നവരെയും അവയോട് ബന്ധപ്പെടുന്നവരെയും എല്ലാ കുടുംബാംഗങ്ങളെയും സകല ജനങ്ങളെയും അനുഗ്രഹിക്കണമേ. നിന്റെ കൃപകളാൽ ഐശ്വര്യങ്ങളാലും ഞങ്ങളെല്ലാവരെയും ആശീർവദിക്കണമേ. ഇന്നേ ദിവസം ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളും പാപങ്ങളും ദൈവം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും നിന്റെ കൃപയിലും വിശുദ്ധിയിലും ഞങ്ങളെ പാലിക്കണമേ. ഞങ്ങളുടെ ഇഷ്ടാനുസരെ ഞങ്ങളെ തന്നെ തിരുമുൻപാകെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സമർപ്പണം കൈക്കൊള്ളണമേ. പിതാവായ ദൈവമേ, നിന്റെ സ്നേഹവും പുത്രനായ ദൈവമേ, നിന്റെ കൃപയും പരിശുദ്ധാത്മാവായ ദൈവമേ, നിന്റെ സംസർഗവും ആവാസവും ഇന്നും എന്നും ഞങ്ങൾക്കുണ്ടാകണമേ. ദൈവമാതാവിന്റെയും സകല വിശുദ്ധരുടെയും പ്രാർത്ഥനാ സഹായങ്ങളും അനുഗ്രഹങ്ങളും ഇപ്പോഴും എന്നേക്കും ഞങ്ങൾക്കുണ്ടായിരിക്കണമേ. വിശുദ്ധ മാതാവേ, ഈ രാത്രിയിൽ ദൈവകൃപയിലും വിശുദ്ധിയിലും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കാവൽ മാലാഖമാരെ, ഈ രാത്രിയിൽ ദൈവകൃപയിലും വിശുദ്ധിയിലും ഞങ്ങളെ കാത്തുകൊള്ളണമേ. എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. കർത്താവിനാൽ ഏറ്റവും വിനിയോഗിക്കപ്പെട്ടവരെ, തിരുനാളിൻ്റെ ഈ ദിവസം നമുക്ക് വേണ്ടി വിശുദ്ധ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നുവന്നിരിക്കുന്നത് പത്തനംതിട്ട രൂപതാത്മ, ഇപ്പോൾ ഇവിടുത്തെ ഫിനാൻസ് ഓഫീസറായിട്ട് സേവനമനുഷ്ഠിക്കുന്ന ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട എബ്രഹാം ഏപ്രച്ചനാണ്.
ജിൻസസിൽ നിന്ന് പൊതുവിൽ അറിയപ്പെടുന്ന അച്ഛനാണ്. ആ വിശുദ്ധ പ്രത്യേകമായ പ്രാർത്ഥിക്കാം. വിശുദ്ധന്റെ നാമധേയം സ്വീകരിച്ചിരുന്നവരെയും പ്രത്യേകമായ വിശുദ്ധയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ഇന്ന് നാമധേയത്തിനാണ് ആഘോഷിക്കുന്ന അതിനുവേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. സെന്റ് ജോർജിന്റെ സ്വീകരിച്ചിരുന്നവരെയും പ്രത്യേകമായ വിശുദ്ധയിൽ പ്രാർത്ഥിക്കാം. വിശുദ്ധ ജോർജിന്റെ ചരിത്രം ഐതിഹ്യ സമ്പൂർണ്ണമാക്കിയ ചരിത്രവും ഐതിഹ്യവും വേർതിരിഞ്ഞ പ്രയാസമുണ്ട്. ഏഷ്യ മൈനറും കപ്പദോക്കിയായും ജോർജ് ജനിച്ചുവെന്ന് കരുതുന്നു. ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുവാൻ റോമും മതപീഡനങ്ങളുടെ വർഷങ്ങളിൽ വിശുദ്ധ ജോർജ് വധിക്കപ്പെട്ടു എന്നുള്ളത് അനിശ്ചിതമായ ഒരു വസ്തുതയാണ്. മഹാരക്തസാക്ഷിയെന്നാണ് ഗ്രീക്കുകാർ അദ്ദേഹത്തെ സംബോധന ചെയ്തിരുന്നത്. പല പൗരസ്ത്യ രാജ്യങ്ങളുടെ മധ്യസ്ഥൻ വിശുദ്ധ ജോർജാണ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി തന്നെ കോൺസ്റ്റന്റിനോപ്പിളിൽ വിശുദ്ധ ജോർജിന്റെ നാമത്തിൽ 4 പള്ളികൾ സ്ഥാപിച്ചിട്ടുണ്ട്. യൂറോപ്പിലെ വിശുദ്ധ ഗ്രിഗറി ഫ്രാൻസിൽ വിശുദ്ധ ജോർജിനോട് 6-ാം ശതാബ്ദം മുതൽ ഭക്തി ഉണ്ടായിരുന്നുവെന്ന് പ്രസ്താവിക്കുന്നുണ്ട്. നശിച്ചു തുടങ്ങിയ വിശുദ്ധ ജോർജിന്റെ ഒരു ദേവാലയം കേടുപോകാൻ മഹാനായ ഗ്രിഗോറിയോസ് പാപ്പ ആജ്ഞാപിച്ചു. ഫ്രാൻസിൽ പ്രഥമ ക്രിസ്ത്യൻ രാജാവായ ഓർസിന്റെ ഭാര്യ ഓർപ്പിട്ട വിശുദ്ധ ജോർജിന്റെ നാമത്തിൽ ബലിപീഠങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി. ഓക്സ്ഫോർഡിലെ 1723 കൂടിയ ദേശീയ കൗൺസിൽ വിശുദ്ധന്റെ തിരുനാൾ ഒഴിവുദിനമായി ആചരിക്കുവാൻ ആജ്ഞാപിച്ചിരിക്കുന്നു. വിശുദ്ധ ജോർജിന്റെ മാർട്ടികൾ എന്ന ഒരു പദ്ധതി 1330 എഡ്വേർഡ് ക്രിസ്ത്യൻ സ്ഥാപിച്ചിട്ടുണ്ട്. ലോകമെമ്പാടും അഖില ക്രൈസ്തവർക്കും വിശുദ്ധനോടുള്ള ഭക്തി വിശുദ്ധന്റെ പല തീർത്ഥസ്ഥലങ്ങളും വിശുദ്ധ ജോർജിന്റെ മഹത്തമേറിയ രക്തശാസ്ത്രത്തിനും മധ്യസ്ഥശക്തിക്കും തെളിവാണ്. അനുസരിച്ച് ജോർജിന്റെ മാതാപിതാക്കന്മാർ കുലീനരാണ്. പിതാവിന്റെ മരണശേഷം ജോർജ് അമ്മയോട് കൂടെ പാലസ്തീനിലേക്ക് പോയി. ദൃഢഗാത്രനായ ജോർജ് ഒരു സൈനിക ഉദ്യോഗസ്ഥനായി ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കീഴിൽ ജോലി ചെയ്തു. ചക്രവർത്തി മതപീഡനം ആരംഭിച്ചപ്പോൾ ജോർജ് എതിർത്തു. തക്ഷണം അദ്ദേഹം ജയിലിൽ അടക്കപ്പെട്ടു. ക്രിസ്തുമതം ഉപേക്ഷിക്കാൻ പല സമ്മാനങ്ങൾ നൽകണമെന്ന് അധികാരികളുടെ വാഗ്ദാനം ഉണ്ടായി. അവയെല്ലാം ജോർജ് നിരസിച്ചു. പിറ്റേ ദിവസം ജോർജിന്റെ ശിരസ് ഛേദിക്കപ്പെട്ടു. നിക്കോളോമിയായി ക്രിസ്തുമത പീഡനപരമ്പരം പരസ്യമായ വിശുദ്ധ ജോർജാണെന്ന് ലെഗാരിയോസ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധത്തിനിറങ്ങിയ അലക്സാണ്ടർ രാജാവിന് വിശുദ്ധ ജോർജ് പ്രത്യക്ഷപ്പെട്ട് പ്രോത്സാഹനം നൽകി. പിറ്റേ ദിവസം മുഹമ്മദിക്കെതിരായ സമരത്തിൽ അദ്ദേഹം ജയിച്ചു. വിശുദ്ധ ജോർജിന്റെ പ്രതിമയിൽ അദ്ദേഹം കുതിരപ്പുറത്താണ് കാണുക. വിശുദ്ധ ജോർജ് തന്റെ വിശ്വാസവും ധീരതയും വഴി പിശാചിനെ പരാജയപ്പെടുത്തുന്നതിന്റെ പ്രതീകമാണ് കുതിരയുടെ പാദങ്ങളുടെ കീഴിൽ കുന്തത്താൽ കുത്തി കൊലപ്പെടുത്തുന്ന ആളസർപ്പം. സർപ്പത്തെ കൊണ്ട് രാജകുമാരി ലിബിയായ വിശുദ്ധ ജോർജ് രക്ഷിച്ചു എന്നുള്ളത് 12-ാം നൂറ്റാണ്ടിലുണ്ടായ പുരാതന ഐതിഹ്യമാണ്. ആദ്യകാലത്ത് കിഴക്കൻ സേനകളുടെ പ്രിയങ്കരനായ മധ്യസ്ഥനായ വിശുദ്ധ ജോർജ്
ഇംഗ്ലണ്ട്, പോർച്ചുഗൽ, ജർമ്മനി, ആരകം, കറ്റലോണിയ, ജനോവ, വെനീസ് എന്നീ സ്ഥലങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനാണ്. വിശുദ്ധ ജോർജിന്റെ മധ്യശക്തി കേരളീയർക്ക് തികച്ചും ബോധ്യമാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ദീനസഹനത്തെ അനുകരിക്കുവാൻ നാം തയ്യാറാകുന്നുണ്ടോ? എന്തു സമാധാനവും സന്തുഷ്ടിയുമായി കൃത്യക്ഷമ നാം അഭ്യസിക്കുകയാണെങ്കിൽ
Shall we
സ്വർഗീയ രഹസ്യങ്ങളിൽ വാഴുന്നവർക്ക് കാണിച്ചു നൽകി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ
ഞങ്ങളെ ശുശ്രൂഷൻ സത്യത്തിന്റെ ഈ വിശുദ്ധ സമീപിക്കുന്ന ഞങ്ങളുടെ പാപത്തിന്റെയും ജനത്തിന്റെ പേരിൽ ഈ ബന്ധം തർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായിരിക്കണമേ. സ്വർഗീയവും ആധ്യാത്മികവുമായ ബലിപീഠത്തിന്റെ പരിമളമായി അംഗീകരിക്കണമേ. അതുകൊണ്ടാണ് കൃപയും ഉത്തമനായ നിർഭയയുടെ ശക്തിയും ഞങ്ങൾക്ക് അയച്ചു തരണമേ. കർത്താവേ, ഞങ്ങളുടെ കൃപാകരം നീതിമാനായ കാഴ്ചയിൽ നോക്കിത്തരുകയും അബ്രഹാമിന്റെ ആനന്ദ സമർപ്പണവും മോശയുടെ മഹത്വത്തെയും ആചാര ശുശ്രൂഷയും ശബരിമലയിലെ യാഗങ്ങളും കൈക്കൊള്ളപ്രകാരം ഞങ്ങളുടെ അടുത്തേക്ക് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. വിശുദ്ധ സ്നേഹിതന്മാരുടെയും പിതാക്കന്മാരുടെയും സത്യോദാനങ്ങളുടെയും ശുശ്രൂഷ സ്വീകരിച്ചതുപോലെ ഞങ്ങളുടെ പാപകരമായ കൈകളിൽ നിന്ന് നീ സ്വീകരിക്കണമേ. ദൈവമായ കർത്താവേ, കളങ്കരഹിതമായി വേദനിപ്പിക്കുവാനും പ്രതിഫലത്തിന്റെ ദിവസങ്ങളിൽ നിന്റെ അഭിഷിക്തന കാരണമൂലം വിശ്വസ്തന്റെ വിവേകമായ ഭവനവിചാരന്മാരുടെ പ്രതിഫലം പ്രാപിക്കുവാനും നമ്മുടെ യാത്രകൾ ഉപയോഗരായിത്തീരണമേ. അവൻ മുഖാന്തരം അവനോടുകൂടി നിന്റെ വിശുദ്ധാത്മാവിനും ഇപ്പോൾ നല്ല സമയത്തിനേക്കും സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു.
അവരുടെ
സഹോദരങ്ങളെ
ജീവനെ
ഈശ്വരമായി ജീവൻ കാണിക്കും ഞങ്ങൾ. Please.